നമ്മുടെ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ CDM ഫെസിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് നമുക്കിങ്ങനെ എളുപ്പത്തിൽ നമ്മുടെ അക്കൗണ്ടിലോട്ട് പൈസ ഡെപ്പോസിറ്റ് ചെയ്യാവുന്ന കാര്യത്തെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്കിനി കൂടുതൽ കാര്യങ്ങളോട് തന്നെ പോകാം. അപ്പോൾ ഇതിന് നിങ്ങൾ ആദ്യമായിട്ട് തന്നെ നിങ്ങളുടെ പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ CDM ഫെസിലിറ്റി അവൈലബിൾ ആയിട്ടുള്ള ഒരു ATM കൗണ്ടറിലോട്ട് പോവുക. അതിനുശേഷം നിങ്ങളുടെ ATM കാർഡ് മിഷനിലോട്ടൊന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നമുക്ക് സ്ക്രീനിൽ ഇത്തരത്തിൽ നമ്മുടെ നടത്തുന്ന ട്രാൻസാക്ഷന് നമുക്കിവിടെ ആവശ്യമായിട്ടുള്ള ലാംഗ്വേജ് ഏതാണോ അത് ചൂസ് ചെയ്യേണ്ട മെസ്സേജ് വന്നതായിട്ട് കാണാം. അപ്പോൾ അത് നിങ്ങളുടെ ആവശ്യാനുസരണം സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇത്തരത്തിലുള്ളൊരു മെസ്സേജ് കൂടി അവർ അയക്കുന്നത് കാണാം. അതായത് നമ്മുടെ ഈ ട്രാൻസാക്ഷൻ്റെ റിസീപ്റ്റ് നമുക്ക് ആവശ്യമായിട്ടുണ്ടോ എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കുക, വേണ്ടാന്നുണ്ടെങ്കിൽ നോ കൊടുത്ത് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോവാം. അപ്പോൾ ഇത്തരത്തിൽ ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള സർവീസ് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ട ഏരിയയിലോട്ട് എത്തിയത് നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് തന്നെ നമ്മൾ പൈസ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് റൈറ്റ് സൈഡിലുള്ള ആ ക്യാഷ് ഡെപ്പോസിറ്റ് എന്നുള്ള ഏരിയയിലാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അത് കൃത്യമായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇത്തരത്തിൽ അവർ നമ്മുടെ ATM പിൻ നമ്പർ എൻ്റർ ചെയ്യേണ്ട മെസ്സേജ് അയച്ചതായിട്ട് കാണാം. അപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ 4 അക്ക ATM പിൻ നമ്പർ ഇവിടെ നമ്മൾ എൻ്റർ ചെയ്തിട്ട് താഴെയുള്ള ആ കണ്ടിന്യൂ എന്നുള്ള ഏരിയയിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നമുക്കിവിടെ സ്ക്രീനിൽ നമ്മുടെ ബെനിഫിഷ്യറി നെയിം, അതായത് നമ്മുടെ അക്കൗണ്ട് ഹോൾഡറുടെ നെയിമൊക്കെ കാണാനായിട്ട് കഴിയും. അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് കൺഫേം ചെയ്യാനായിട്ട് ആ കണ്ടിന്യൂ എന്നുള്ള ഏരിയയിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ CDM മിഷനിൽ നിന്ന് ഇത്തരത്തിലുള്ളൊരു ബോക്സ് ഇവിടെ ഓപ്പൺ ആയിട്ട് വരുന്നത് കാണാം. ആ ബോക്സിലാണ് നമ്മളിപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന എമൗണ്ട് എത്രയാണോ അത് കൃത്യമായിട്ട് വെച്ച് കൊടുക്കേണ്ടത്. നമുക്ക് കൃത്യമായിട്ട് അറിയാം നമ്മുടെ CDM മുഖാന്തരം നമ്മുടെ അക്കൗണ്ടിലോട്ട് നമുക്ക് 100-ൻ്റെയും 200-ൻ്റെയും 500-ൻ്റെയും നോട്ടുകൾ മാത്രമാണ് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് പറ്റൂ എന്നുള്ള കാര്യം. അപ്പോൾ മറ്റ് നോട്ടുകളൊന്നും CDMൽ ആക്സെപ്റ്റ് ചെയ്യില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ മറ്റ് ബുദ്ധിമുട്ടുകളുള്ള മടക്കുകളോ ചുളിവുകളോ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള നോട്ടുകളൊന്നും CDM ആക്സെപ്റ്റ് ചെയ്യില്ല. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ വെച്ച് കൊടുത്ത് എൻ്റർ ചെയ്തതിന് ശേഷം ആ സെയിം ബോക്സിലൂടെ തന്നെ അവർ തിരിച്ചു തരുന്നതാണ്. അത് നിങ്ങൾക്ക് എടുക്കാനായിട്ട് കഴിയും. അപ്പോൾ അത് കളക്ട് ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് വീണ്ടും കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു സമ്മറി കാണാനായിട്ട് കഴിയും. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ സമ്മറിയിൽ നമുക്കിവിടെ കൃത്യമായിട്ട് കാണാൻ വേണ്ടി കഴിയും നമ്മളിപ്പോൾ എത്ര നോട്ട്സ് ആണോ അല്ലെങ്കിൽ എത്ര രൂപയാണോ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളതെന്ന് കാര്യം. ഞാനിവിടെ 500-ൻ്റെ 6 നോട്ടുകളും 200-ൻ്റെ 5 നോട്ടുകളും ഉൾപ്പെടെ ടോട്ടൽ 4000 രൂപയാണ്. അപ്പോൾ നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ കൺഫേം എന്നുള്ള ഏരിയയിൽ അല്ലെങ്കിൽ കണ്ടിന്യൂ എന്നുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്ത് കൊടുക്കുക. അത്രയും ചെയ്യുന്നതോടെ നമ്മുടെ പ്രോസസ്സ് സക്സസ്ഫുൾ ആയിട്ട് തന്നെ കംപ്ലീറ്റ് ആവുന്നതാണ്. ഇത്തരത്തിൽ നമുക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് സക്സസ്ഫുള്ളി എന്നൊരു മെസ്സേജ് ഇവിടെ വന്നതായിട്ട് കാണാം. അതേപോലെ റെസിപ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള CDM ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു റെസിപ്റ്റ് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ എളുപ്പത്തിൽ നമുക്ക് ഈ പ്രോസസ്സ് ചെയ്ത് തീർക്കാൻ വേണ്ടി കഴിയും. നമ്മുടെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് പോവുക. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ചു പോവുക.